ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഈസി ആയിട്ട് എങ്ങനെ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് സവോള എടുത്ത് കട്ട് ചെയ്യണം. പിന്നെ ഇതിൽ പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇത്രയും ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം ഒരു ബൗളിലോട്ട് ഞാൻ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഇങ്ങനെ നീളത്തിന് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യണം. അതിനുശേഷം അതിലോട്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, പിന്നെ കറിവേപ്പില, ഇത്രയും ആഡ് ചെയ്ത് അതിനുശേഷം ജീരകപ്പൊടിയാണിത്, ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇത്രയും ഇട്ടിട്ട്, ഇത് മൈദപ്പൊടിയാണ് ഞാൻ ഇടുന്നത്. കടലമാവ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ സവോളയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരിച്ചിരി വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഉള്ളിവട ഈ ഓയിലിൽ ഇങ്ങനെ ഡിപ്പായിട്ട് ഫ്രൈ ആവുന്നത് കണക്കിന് നമ്മൾ ഓയിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇത് എല്ലാം ആഡ് ചെയ്ത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. ഫ്ലിപ്പ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.